നമസ്കാരം. അങ്ങനെ തിരുവായുധത്തി നാറവ തുറന്ന് എന്തെങ്കിലും പ്രതികരണത്തിനുണ്ടോ? അയ്യോ, ദേ മര്യാദയുടെ ശബ്ദത്തിൽ മിണ്ടുന്നു. ജയിച്ചാൽ ഞാൻ പറയും, തോറ്റാൽ സെക്രട്ടറി പറയും, അല്ലേ? അതല്ല ഞാൻ ആലോചിക്കുന്നത്. ഇതല്ലല്ലോ സാധാരണ വരുന്ന ഡയലോഗ്. അല്ല, കടക്ക് പുറത്ത് മാറി നിൽക്കങ്ങോട്ട്, വീട്ടിൽ പോയി ചോദിക്ക്. മറുപടി തരാമട ഡാഷ് മോനെ, ചെറ്റ, പരനാറി, നികൃഷ്ടജീവി. ഇങ്ങനെ നീളുന്ന അമൂല്യ പദങ്ങൾ അടങ്ങിയ നിഘണ്ടു അല്ലേ കക്ഷത്തിരിക്കുന്നത്. സാധാരണയായി ഇങ്ങനെയുള്ളതൊക്കെയാണല്ലോ തുപ്പാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ ബഹുകുത്തു കാവൽ മുഖ്യമന്ത്രി, നാട്ടുകാർ പറയുന്നത് കമലച്ചേച്ചിയും വീണമോളും കൂടെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയതിൻ്റെ എഫക്റ്റായിട്ടാ 16 നിലയിൽ പൊട്ടിയതെന്നാ. മോൻ ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചതും വെറുതെ ആയില്ലല്ലോ. സ്ഥാനവും മാനവും ഒന്നിച്ചല്ലേ പോയി കിട്ടിയത്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തിനാ? അപ്പോൾ ഇപ്പോൾ നാറവാ തുറന്ന് എന്താ തുപ്പിയത്? എന്തെങ്കിലും പ്രതികരണത്തിനുണ്ടോ? ആദ്യമായിട്ട് സെക്രട്ടറിയുടെ അഭിപ്രായത്തിന് ഒരു പ്രാധാന്യം കൊടുത്തല്ലോ. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് സെക്രട്ടറിയുടെ ഉത്തരം ഒരിക്കലും കിട്ടൂല. പരാജയത്തിന് കാരണം ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം പിണറായി വിജയൻ എന്നും. അങ്ങേരുടെ വായിന്ന് ആ ഒരു ഉത്തരം വരുമോ? വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണോ? മാണ്ട, അങ്ങേരത് പറയില്ല എന്ന് എക്സ് ദാസിന് ഉറപ്പുണ്ട്. ആ ഉറപ്പിലല്ലേ ഈ ഡയലോഗ് അടിച്ചത്. ഏതായാലും ഭരണപക്ഷത്തിരുന്ന സർക്കാരിനെ പ്രതിപക്ഷത്തേക്ക് നയിച്ച ധീരനായകൻ എന്ന നിലയിൽ അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ശീലിച്ച ഡയലോഗ് എങ്കിലും തുപ്പാമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. ഇതുവരെ എക്സ് തമ്പുരാൻ പറയുന്നത് സെക്രട്ടറിയേറ്റ് പറയുന്നതായിരുന്നു രീതി. പക്ഷെ താത്വികമായി പരാജയപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ മൂർത്ത ഘടകങ്ങളെ അമൂർത്ത ഘടകങ്ങളുമായി സംയോജിപ്പിക്കാൻ സെക്രട്ടറി തന്നെ വരണം. സെക്രട്ടറി ആണെങ്കിൽ കേരയിൽ കൈവിട്ട അന്ന് മുതൽ കിളി പോയി പിച്ചും പേയും പറഞ്ഞ് നടപ്പാ. വളിച്ച ചിരിയായിട്ട് പിറകെ വരുന്നത് കണ്ടാ അടുത്തിനി ഇറക്കുന്ന വൈരുദ്ധ്യാത്മക ക്യാപ്സ്യൂൾ എന്തായിരിക്കും എന്നറിയാവോ? പിണറായി വിജയൻ എന്തെങ്കിലും അഭിപ്രായം വാ തുറന്ന് പറയണമെങ്കിൽ എന്നോട് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാതിരുന്നതിൻ്റെ പേരിലാണ് മറുപടിയൊന്നും പറയാതിരുന്നത്. ഈ ക്യാപ്സ്യൂളായിരിക്കും ഇറങ്ങുന്നത്. ഏതായാലും വെറും പിണറായി വിജയൻ ഇങ്ങനെ മര്യാദയും വിനയവും ഒക്കെയുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ടതിൽ സന്തോഷമുണ്ട്. ഈ ശബ്ദത്തിൽ പണ്ടേ ശീലിച്ചിരുന്നെങ്കിൽ ആ 35 കുറച്ചുകൂടെ മുന്നോട്ട് പോകാമായിരുന്നു. പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് വായ തുറന്നായിരുന്നല്ലോ ഇന്നലെ. പിണറായിയെ ഈ പരുവത്തിലാക്കിയത് മാധ്യമങ്ങളാണെന്നാണ് അങ്ങേരുടെ കണ്ടുപിടുത്തം. വാസ്തവത്തിൽ അദ്ദേഹത്തെ ഈ പരുവത്തിലാക്കിയത് നിങ്ങളെല്ലാം കൂടെയാണ്. മാധ്യമങ്ങൾ ഇതുപോലെ വേട്ടയാടിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായില്ല. കല്യാണ സദ്യ മോഹിപ്പിച്ച് അടിയന്തര സദ്യ വിളമ്പിയ മഹാനാ പറയുന്നത്. വിജയൻ എന്ന പേരിനെ ഭൂലോക പരാജയമാക്കിയ വിദ്വാന മാധ്യമങ്ങളെ കുറ്റം പറയുന്നത്. VD സതീശനോട് പന്തയം വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒന്ന് ഇയാളെ ഓർമ്മിപ്പിക്കണേ. ഇല്ല, അദ്ദേഹത്തിന്റെ വണ്ടി കയറ്റില്ല, അത് കുറ്റം. വണ്ടി നിറക്കിയ കുറ്റം, നോക്കിയാ കുറ്റം, നോക്കാതിരുന്നാ കുറ്റം. അങ്ങനെ എല്ലാം കുറ്റങ്ങൾ മാത്രം. 10 കൊല്ലം നിങ്ങൾ വേട്ടയാടില്ലേ? വെള്ളാപ്പള്ളി മാമ കൈരളിയും ദേശാഭിമാനിയും വല്ലതും പറഞ്ഞായിരുന്നല്ലേ? എന്തൊക്കെയോ കുറെ പറഞ്ഞവരും. ആ പറച്ചിലും ഒരു പരിധിവരെ ഈ വമ്പിച്ച തോൽവിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സാധാരണ കാരണഭൂതത്തിൻ്റെ കൂടെ കൂടുന്നവർക്ക് ആ കഷ്ടകാലം. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ സംഭവിച്ചത്. നിങ്ങളുടെ കൂടെ എന്നങ്ങേര് കൂടിയോ അന്ന് തുടങ്ങി അങ്ങേരുടെ കലികാലം. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ പരുവത്തിലാക്കിയത് പ്രധാനം നിങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെയാണ്. നാക്ക് തരിക്കുമ്പോൾ മാധ്യമങ്ങളെ വിളിച്ച് വായി വരുന്നത് പാടുന്ന സൽസ്വഭാവിയാണ് ഇപ്പം ഈ നിന്ന് താളമടിക്കുന്നത്. നിലപാടുകൾ മാറ്റി പറയുന്ന കാര്യത്തിലുണ്ടല്ലോ, ഗോവിന്ദൻ മാസ്റ്ററെ പോലും പലപ്പോഴും കവച്ചു വയ്ക്കുന്ന മാന്യനാണിത്. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ കുറേ എല്ലാം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലതും അത് അറിഞ്ഞില്ല എന്ന്, അല്ലെങ്കിൽ അറിയിക്കാനും പലപ്പോഴും മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. പിണറായി വിജയനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ജനങ്ങളങ്ങ് ആവോളം അനുഭവിച്ചു പോലും. ഇങ്ങേരുടെ മുഖം കണ്ട ചാനൽ മാറ്റുന്ന കുറേ ജനങ്ങൾ കേരളത്തിലുണ്ട്, അതെനിക്കറിയാം. ആ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വേറൊരാളുടെ മുഖം കാണിക്കാം. ഞങ്ങൾ പതിവില്ലാത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖമാണ്. അങ്ങനെ അമ്മയെക്കുറിച്ച് ചോദിച്ചില്ലേ? ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചു. അത് തന്നെ. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്തതിനെ പറ്റി സത്യസന്ധമായി വാചകമടിക്കുന്ന മോഹൻലാലിനെ തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ എന്നോട് എൻ്റെ അമ്മയെപ്പറ്റി ചോദിക്കാറില്ലേ? അതുപോലെ പിണറായി വിജയൻ്റെ അമ്മയെപ്പറ്റി ചോദിച്ചു. പിണറായി വിജയൻ്റെ വീട്ടിലെ പട്ടിയെപ്പറ്റി ചോദിച്ചു.
ഇതൊക്കെയല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ മഹാനടന്മാരിൽ ഒരാളെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെയല്ലേ ഞാൻ ചോദിക്കേണ്ടിയിരുന്നത് അല്ലേ ലാലേട്ടാ? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു 14 മക്കളിൽ ഒരാളാണെന്ന് ആദ്യമായിട്ടാണ് അറിയണത്. അപ്പോൾ ഇതൊരു പുതിയ അറിവാണ്. പിന്നെ അതൊരു പുതിയ അറിവാണെന്ന് മാത്രമല്ല, അമൂല്യമായ ഒരു അറിവ് കൂടിയാണ്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. PSC പരീക്ഷ എഴുതുന്നവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. 14ാമത്തെ മകനാണ് എന്ന് ജനങ്ങൾ പുതിയതായി തിരിച്ചറിഞ്ഞതോടുകൂടി കേരളത്തെ സംബന്ധിച്ച പല പ്രശ്നങ്ങളിലും ആളുകൾക്ക് ഏകദേശ ധാരണയുണ്ടായി. നമ്മളതിനെ അതിൽ രസകരമായ കാര്യങ്ങളല്ലാതെ ആരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ല. പൊളിറ്റിക്കൽ മുഖമായിട്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളോട് പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്ന അഭിമാനത്തോടെ പറയുന്ന ലാലേട്ടനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് പലതും തോന്നുന്നുണ്ട്. വീട്ടിലെ പട്ടിയുടെയും പൂച്ചയുടെയും വിശേഷങ്ങളും റൊട്ടി തിന്ന കഥയും ഒക്കെ അറിയാനായിരുന്നെങ്കിൽ അങ്ങേരുടെ വീട്ടിൽ ചെന്ന് 2 കസേര വലിച്ചിട്ടിരുന്ന് കേട്ടാൽ പോരായിരുന്നോ ലാലേട്ടാ? അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് തിരക്കിയാൽ പോരായിരുന്നോ? അങ്ങേരതൊക്കെ പറഞ്ഞു തരുമായിരുന്നല്ലോ. നാട്ടുകാരുടെ 11 ലക്ഷം രൂപ മുടക്കി ഇതൊക്കെ അറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പം ഇത് ഭയങ്കരമായി രാവിലെ മുതൽ പ്രാക്ടീസ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ഒന്നുമല്ല. പ്രാക്ടീസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുമില്ല. അത് പിണറായി വിജയന് കൈമാറിയിട്ടുമില്ല. ഇത് സ്ക്രിപ്റ്റഡ് സാധനവും ആയിരുന്നില്ല. ഇലക്ഷന് തൊട്ട് മുൻപ് ഇത് മനഃപൂർവ്വം ഇറക്കിയതുമല്ല. ഞങ്ങളെല്ലാം വിശ്വസിച്ച് ഇന്റർവ്യൂ എന്നല്ലേ പറയുന്നത് അല്ലേ? അത് അകത്തേക്കുള്ള ഒരു കടന്ന കയറ്റമാണ്. അപ്പം അതെ, ആ അകത്തേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ഗൗരവമുള്ള പല കാര്യങ്ങളും, ഇത്രയും നാളായിട്ട് പറയാതിരുന്ന പല കാര്യങ്ങളും പിണറായി വിജയൻ്റെ ഉള്ളിൽ കയറി ലാലേട്ടൻ ചുരണ്ടിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ കൊടുത്തത്. വലിയൊരു കാര്യമായിരുന്നു ലാലേട്ടാ നിങ്ങൾ ചെയ്തത്. ആ സിനിമ അല്ല, ആ ഇൻ്റർവ്യൂവേ പുള്ളിക്ക് ഒതകാതെ പോയതിൻ്റെ ഒരു ദുഃഖം മുഖത്ത് നിഴലിക്കാതെ ഇല്ല. പോട്ടെ, നടനല്ലേ, അഭിനയമല്ലേ, അവസരങ്ങൾ ഇനിയും വരുമായിരിക്കും.